മോനെ, നീ ഇവിടെ എന്തു കണ്ടോണ്ടിരിക്കുക? ദേ, നിന്റെ സമപ്രായക്കാരായ കുട്ടികൾ മുഴുവനും പള്ളിയില് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോയിരിക്കുക. നീ എന്താ പോകാത്തത്? അല്ല, നീ എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്ക് സൗകര്യം ഇല്ലാത്തത് കൊണ്ട്. ദേ ഡാനി, നിനക്കറിയാലോ, പപ്പ ജോലി കഴിഞ്ഞെത്തുമ്പോ നേരം ഒരുപാടാകും. കുടുംബ യൂണിറ്റ് തലത്തിൽ നടത്തുന്ന ഒരു കാര്യത്തിന് എല്ലാ വീട്ടിൽ നിന്നും ഒരാളെങ്കിലും പങ്കെടുക്കണ്ടേ? എന്നാ മമ്മിക്ക് പൊക്കൂടെ? ഇത്തരം കാര്യങ്ങൾക്ക് പോകാൻ ഞാൻ തയ്യാറാ. പക്ഷേ ഞാൻ പോയാ വൈകുന്നേരത്തെ ഭക്ഷണം ആരുണ്ടാക്കും? എന്നാ ഒരു കാര്യം ചെയ്യേ, ഡാനി പോയി കഞ്ഞിയും കറിയും വെക്ക്, ഞാൻ പള്ളി പോകാം. എനിക്ക് തല പെരുക്കുന്നുണ്ട്. ഡാനി, നീ ഇത് എന്തു ഭാവിച്ചാ? 2-3 ദിവസമായി നിന്റെ ഈ പിണക്കവും പരിഭവവും തുടങ്ങിയിട്ട്. എനിക്കൊന്നും മനസ്സിലാകില്ലാന്ന് നീ കരുതിയോ? ഇവിടെ ഒന്ന് ഇരിക്കാനും സമ്മതിക്കില്ലേ? പള്ളിയിലേക്കോ പാതാളത്തിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും ഞാൻ പൊക്കോളാം. പക്ഷേ ഒരു കാര്യം, പള്ളി പോയാലും ഞാനിതേ ഇങ്ങനെ തന്നെ ഇരിക്കും. ഒരു കാര്യത്തിന് ഞാൻ കൂടൂല, ഉറപ്പാ. ഡാനി, എന്തൊരു കഷ്ടായത്. ദേ ഡാനി, പപ്പ വരുമ്പോ ഞാനും പപ്പയും കൂടെ പള്ളിയിലേക്ക് വരാം. രാത്രിയില് ട്രീകൾ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. എന്നെ സോപ്പിടൊന്നും വേണ്ട. എവിടെയായിരുന്നു ഡാനി നീ ഇതുവരെ? ഞങ്ങൾ ഈ പള്ളിനടയിൽ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം എത്രയെന്നറിയാമോ? എല്ലാരും ഉണ്ടാകുമെന്ന് കരുതിയാ ഞാനിത് ഏറ്റത്. സമയമായപ്പോൾ പള്ളിയിലേക്ക് ഒരാളെയും കണ്ടില്ല. വാ ഡാനി, വന്ന് എന്തെങ്കിലും ചെയ്യേ. 7 മണിക്കെങ്കിലും ഇത് തീർക്കണം. ഡാനി, നമ്മുടെ യൂണിറ്റിന്റെ എല്ലാ പരിപാടികൾക്കും മുന്നിട്ടിറങ്ങുന്നത് യൂണിറ്റിലുള്ളവരാ. എടവക പള്ളിയിലെ ക്രിസ്മസ് ട്രീ മത്സരം വന്നപ്പോ ഒരാള് പോലുമില്ല സഹകരിക്കാൻ. അല്ല, ഞാനിക്കിതെന്തു പറ്റി? ക്രിസ്തുമസ് ആയാൽ നിലത്തിരിക്കാത്ത പയ്യനാ. പുൽക്കൂടുണ്ടാക്കാനും പള്ളിയിൽ നക്ഷത്രമിടാനുമെല്ലാം ഓടി നടക്കുന്നവൻ. നോക്കി നിൽക്കാതെ എന്തെങ്കിലും ചെയ്യിടാനി. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. ശ്രദ്ധിക്കുക, ക്രിസ്മസിനോടനുബന്ധിച്ച് കുടുംബ യൂണിറ്റ് തലത്തിൽ നടക്കുന്ന ട്രീ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. മത്സരവുമായി സഹകരിച്ച എല്ലാ യൂണിറ്റുകൾക്കും ഈ അവസരത്തിൽ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കമ്മിറ്റിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ക്രിസ്മസ് ട്രീയുടെ പരിസരത്ത് നിന്ന് എല്ലാവരെയും മാറ്റി ജഡ്ജ്മെന്റിനായി പള്ളി പരിസരം വിട്ടുകൊടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. മക്കളെ, വാ, നമുക്ക് പോകാം. ഇനി ജഡ്ജിമാരും വക്കീലുമാരും വിധി നിർണയിക്കട്ടെ. പൂച്ചക്കെന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം. അത് ശരിയാ. നമുക്ക് പോവാം. എന്നാ വാ, നമുക്ക് പോകാം. നിങ്ങൾ ഈ പറയുന്നത് പോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ്. 2 കൊല്ലമായി. കഴിഞ്ഞ ക്രിസ്മസിന് എന്റെ വീട്ടിലിട്ടിരുന്ന നക്ഷത്രം നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? ഒരു വാടിപ്പോയതുപോലുള്ളൊരു നക്ഷത്രം, വീടിന് പുറകിൽ നിന്നും വെട്ടിയെടുത്ത മാവിൻ ചില്ലയിൽ തീർത്ത ഒരു ട്രീ, ഒരു 20 രൂപയുടെ ഡെക്കറേഷൻ സാധനങ്ങളാ അതിലിട്ടിരുന്നത്. അതും ഡാനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയുമായി എന്താ ബന്ധം? ഡാനിയുടെ പപ്പ ക്രിസ്മസ് നല്ല രീതിയിൽ ആഘോഷിച്ചിരുന്നതല്ലേ? അതെ, 2 കൊല്ലം മുമ്പ് വരെ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കൊല്ലം തൊട്ടാ ഇതുപോലെ ആയത്.
ഡാനിയുടെ പപ്പ ഇത് ആർക്ക് വേണ്ടിയാ ഇങ്ങനെ സമ്പാദിക്കുന്നത്? ആകെ നീ ഒറ്റ മോനല്ലേ ഉള്ളൂ. ആലോചിക്കുമ്പോ എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. റൊണാൾഡ്, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതും എന്റെ പോക്കറ്റ് മണിയിൽ കുറച്ച് ബാക്കിയുള്ളതുമായ കുറച്ച് പൈസ ഞാൻ പപ്പയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ അതും വേണ്ട പോലും. ഇത്രയൊക്കെ മതിയെന്നാ പപ്പ പറയുന്നത്. ഇനിയും സമയമുണ്ടല്ലോ. അതെല്ലാം ഡാനിയുടെ പപ്പ ശരിയാക്കിക്കോളൂ. അതെ, ഇനിയും ഒരാഴ്ചയുണ്ടല്ലോ. ഇന്നലെ ഇക്കാര്യം ഞാൻ പപ്പയുമായി സംസാരിച്ചിരുന്നു. ക്രിസ്മസ് വളരെ ലളിതമായി ആഘോഷിക്കണമെന്നാ പപ്പ പറയുന്നത്. വീടിനു ചുറ്റുമുള്ള മരങ്ങളിൽ ചെറിയ മാല ബൾബുകൾ, 3-4 നക്ഷത്രങ്ങൾ, നല്ലൊരു ക്രിസ്മസ് ട്രീ. ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരാൾക്ക് പിശുക്കനായി മാറാൻ പറ്റുന്നത്? ഗോഡ്വിനെ, നിന്റെ ഡാഡിയുടേതുപോലല്ല നാട്ടിൽ ജോലി ചെയ്യുന്ന എന്റെയും ഡാനിയുടെയും പപ്പമാര്. അവരൊരു തീരുമാനം എടുത്താ അത് മാറ്റാൻ പ്രയാസാണ്. റൊണാൾഡ് പറഞ്ഞത് ശരിയാണ്. ഗൾഫിൽ നിന്നാകുമ്പോൾ അവര് പൈസ അയച്ചു തരുന്നു, നമ്മൾ ചെലവാക്കുന്നു. ഇവിടെ അവര് ഡാനിയുടെയും എന്റെയും ഒക്കെ പപ്പമാര് അവര് നാട്ടിൽ ജോലി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടത്തുന്നതും തീരുമാനമെടുക്കുന്നതും അവർ തന്നെ. ഹലോ ഹലോ പ്രിയമുള്ളവരെ, ഈ വർഷത്തെ ക്രിസ്മസ് ട്രീ മത്സരത്തിന്റെ ഫലപ്രഖ്യാപനം നാളെ രാവിലെയുള്ള 1ാമത്തെ കുർബാനയിലായിരിക്കുമെന്ന് വികാരച്ചൻ അറിയിച്ചിരിക്കുന്നു. ഇന്ന് ഇവിടെ നടക്കുന്ന ഉണ്ണീശോയ്ക്കൊരു സമ്മാനം എന്ന മത്സരത്തിനെത്തിയിരിക്കുന്ന കുഞ്ഞുമക്കളെല്ലാവരും പള്ളി ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരേണ്ടതാ. കുഞ്ഞുങ്ങളെ ഓഡിറ്റോറിയത്തിൽ എത്തിക്കുവാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ല, ഇനി ഇവിടെ എന്തിനാ ഇരിക്കുന്നത്? വാ, നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോയിരിക്കാം. സൂപ്പർ മോളിൽ ഗ്രാൻഡ് സെയിൽ. ക്രിസ്മസ് പ്രമാണിച്ച് എല്ലാ ക്രിസ്മസ് ഗുഡ്സുകളും സൗജന്യ നിരക്കിൽ. ക്രിബ്, ട്രീ എല്ലാ നിരക്കിലും നമുക്ക് ലഭിക്കുന്നതാണ്. മോനെ ഡാനി, നിനക്ക് ചായ വേണോ? പപ്പയ്ക്ക് എടുക്കുന്നുണ്ടെങ്കിൽ എനിക്കും വേണം. അതെന്താ? പപ്പയ്ക്ക് വേണ്ടെങ്കിൽ നിനക്കും വേണ്ടേ? ഓ, പപ്പയ്ക്ക് ചായ കൊടുക്കുമ്പോഴല്ലേ എനിക്കും കിട്ടാറുള്ളൂ. അതുകൊണ്ടാണേ. ഇവന്റെ ഒരു കാര്യം. ആഹാ. കുറച്ചു നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തു പറഞ്ഞാലും നിന്റെ എതിരു പറച്ചില്. നിനക്ക് ചായ വേണമെങ്കിലേ അടുക്കളയിലേക്ക് വാ. പിന്നെയും പറ്റിച്ചോ? അല്ല, എന്താ നിങ്ങളുടെ പ്ലാൻ? ദേ, ക്രിസ്മസ് അടുത്തു. ഇനി കുറച്ചു ദിവസമേ ഉള്ളൂ ക്രിസ്മസിന്. ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇനിയും 88 മണിക്കൂറുണ്ട്. എന്ത്? 88 മണിക്കൂറോ? അതെ, 88 മണിക്കൂർ. എന്താ? പപ്പയും മോനും ഇവിടെ മണിക്കൂറും മിനിറ്റും എണ്ണിയിരുന്നു. നാളെ രാത്രി വീട്ടില് കരോള് വരും. അപ്പോഴെങ്കിലും ചെറിയൊരു പുൽക്കൂട് ഉണ്ടാക്കിയില്ലെങ്കിൽ നാണക്കേടാ. ദേ, പപ്പ ഇന്നലെ വന്നപ്പോ ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിന് ട്രീ എവിടെ? വീടിന് പുറകിലുള്ള ചെറിയൊരു മരക്കൊമ്പ് വെട്ടണം. എന്നിട്ട് ഇതെന്താ നീ ഒന്നും അറിയാത്ത മട്ടില് ചോദിക്കുന്നത്? നല്ലൊരു ട്രീ ഈ വീട്ടിലുണ്ടായിരുന്നതാ. എന്നിട്ട് അത് പപ്പ എടുത്ത് ആർക്കോ ദാനം ചെയ്തു. എന്നിട്ട് മാവിന്റെ ഒരു കൊമ്പും വെട്ടി അതിന് 4 ബലൂണും കെട്ടി. അതിനെന്താ? കഴിഞ്ഞ വർഷത്തെ ഇവിടുത്തെ ട്രീ കണ്ടിട്ട് എന്റെ കൂട്ടുകാരെല്ലാം എന്നെ കളിയാക്കി. ഓ, ദേ, എന്റെ തോലി ഉരിഞ്ഞു പോയി. പിന്നല്ലേ. ദേ, മോൻ ഇതൊന്ന് നോക്കിക്കേ. ഇന്നലെ പപ്പ കൊണ്ടുവന്നതാ. ഓ, ഇതിനകത്ത് പഞ്ഞിയൊക്കെ ഉണ്ട്. നല്ലൊരു കമ്പില് പഞ്ഞി ഒട്ടിച്ച് നല്ല മഞ്ഞ് വീണ ഫീലില് ഇപ്രാവശ്യം നമ്മൾ പുൽക്കൂടും ട്രീയും ഒരുക്കുന്നു. ഇതാ, എങ്ങനെയുണ്ട്? ദേ, അംഗൻവാടിയിലെ ചേച്ചിമാർക്ക് കൊടുത്ത പ്രവേശനോത്സവത്തിന്റെ അന്ന് അവരിത് ചുമരിൽ ഒട്ടിച്ചോളും. ഇതൊക്കെയാണോ ട്രീയിലിടുന്നേ? റൊണാൾഡ് ഇക്കൊല്ലം എന്താ ചെയ്യുന്നെന്ന് അമ്മയ്ക്ക് അറിയോ? ഇല്ല. ദേ, ഇങ്ങോട്ട് നോക്ക്. ഓൺലൈൻ സൈറ്റിൽ നിന്ന് അവൻ 6000 രൂപയുടെ 8 അടി വലുപ്പമുള്ള ട്രീയാ വാങ്ങിയത്. പോരാത്തതിന്
4000 രൂപയുടെ ഡെക്കറേഷൻ ഐറ്റംസും. ഞാൻ ഇന്നലെ പോയി ആ ട്രീ കണ്ടിരുന്നു. രാത്രിയിൽ അതിലെ ലൈറ്റ് ഇട്ടാല് ഒരു ഏരിയ മുഴുവൻ വെളുത്ത് കിട്ടും. അതെയോ? അത്രയ്ക്ക് പവറാ. ദേ, ഇവിടെ മൊത്തത്തില് ചെലവ് ചുരുക്കലല്ലേ. ഒരു വാടിക്കരിഞ്ഞ നക്ഷത്രം, പിന്നെ ഈ ക്രേപ്പ് പേപ്പർ കൊണ്ട് അലങ്കരിച്ച ഒരു ട്രീയും. ഡാനി, നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഞാൻ ഇതൊക്കെ പറയുന്നത് കൊണ്ടാ ഇവിടെ കുഴപ്പം. പപ്പ കാണിക്കുന്നതിനൊന്നും ഒരു കുഴപ്പവുമില്ല. ശ്ശോ, ഇന്ന് രാത്രി അമ്മ സീരിയലൊക്കെ കാണുന്നത് നിർത്തി റോഡിലൂടെ ഒന്ന് നടന്നു നോക്ക്. അടുത്തടുത്ത വീടുകളിൽ ഇട്ടിരിക്കുന്ന മാല ബൾബും നക്ഷത്രമൊക്കെ ഒന്ന് കാണാ. ഇവന്റെ ഒരു കാര്യം. ഡാനി, എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മുടെ വീട്ടിൽ പുൽക്കൂടുണ്ടാക്കുന്നുണ്ട്. അതിന് നിനക്ക് പുൽക്കൂടുണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. എന്നാ പപ്പയും മമ്മിയും കൂടി ഉണ്ടാക്കിക്കോ. ഞാനില്ല ഒന്നിനും. എന്താ ചെയ്യാ? ഛേ, ഇവനിത് എന്ത് പറ്റി? എന്ത് പോക്കാ അവന്റെ? ആ, റൊണാൾഡിന്റെ വീട്ടില് ഇന്റർനെറ്റ് വഴി പുതിയൊരു ട്രീ വാങ്ങി. അത് കണ്ടപ്പോ തൊട്ട് അതുപോലൊരെണ്ണം വാങ്ങണമെന്ന് ഇവൻ എന്നോട് പറഞ്ഞിരുന്നു. അത് വാങ്ങാത്തതിന്റെ വിഷമമാണിപ്പോ. 6000 രൂപ മുടക്കി ട്രീ വാങ്ങാനോ? 3-4 ദിവസം അതെടുത്ത് വീടിന്റെ പുറത്ത് വെക്കും. അതെ, അത് കഴിഞ്ഞാൽ മടക്കി കെട്ടി വീടിനകത്ത്. സത്യം. എന്തിനാ വെറുതെ കാശ് കളയുന്നത്? എന്നാലും ഈ കോളനിയില് മറ്റെല്ലാ വീടുകളിലും നല്ല ട്രീകളും തോരണങ്ങളും ഉള്ളപ്പോ ഇവിടെ ഇല്ലാത്തതിന് അവന് വിഷമം കാണൂന്നേ. കുറച്ചു നാളായി അവൻ ഈ കാര്യം പറഞ്ഞും പിണങ്ങിയും സൂചിപ്പിക്കുന്നു. കാലം മാറിക്കൊണ്ടിരിക്കുന്നു. ഉം. ഇവിടിപ്പോ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വരെ ഓൺലൈൻ കച്ചവടക്കാരും ആഗോള കുത്തകകളും എത്തിത്തുടങ്ങി. കാലം പോയൊരു പോക്കേ. അതെ അതെ. ആ അല്ല പ്രാഞ്ചി എന്താ ഈ പുഴവക്കിൽ? ചെറിയൊരു പുൽക്കൂടുണ്ടാക്കാമെന്ന് വെച്ചു. ഓ, നിന്റെ മോൻ അവിടെ ഇല്ലേ? അവനിതെല്ലാം ചെയ്തോളില്ലേ? പിള്ളേരൊക്കെ വലുതായില്ലേ, അവർക്കിപ്പോ ഒന്നിനും നേരമില്ലാണ്ടായി. ഇതപ്പോ നന്നായേ. ഉം. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പുൽക്കൂടുണ്ടാക്കലും നക്ഷത്രം തൂക്കലും ഒക്കെ പിള്ളേരായിരുന്നു ചെയ്യാറ്. അതായത് ഞാനും പ്രാഞ്ചിയും ഒക്കെ. ഉം. ആ, നമ്മള് വലുതായി കാരണവന്മാരായപ്പോ ദേ വീണ്ടും നമ്മള് തന്നെ. ആ, നമ്മുടെ കുട്ടിക്കാലത്ത് 10-12 മക്കളാ. ഓടാനും ചാടാനും എന്തിനും പോന്നവര്. ഇന്നിപ്പോ 1-2 അല്ലേ ഉള്ളൂ. അതും ശരിയാ. അന്ന് ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ. ഇന്ന് കഥ മാറി. വാ ജോസേട്ടാ, നമുക്ക് നടക്കാം. വരൂ. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ക്രിസ്തുമസ് ഭക്ഷണം വരെ ഓർഡർ ചെയ്ത് വരുത്തുന്നു. ഇക്കാലത്ത് നമ്മളെ പോലെയുള്ള കുറച്ച് ആളുകളുണ്ട് ഇപ്പോൾ പുൽക്കൂടുണ്ടാക്കാനും ട്രീ ഉണ്ടാക്കാനും. അതെ അതെ, കാലം മാറിക്കൊണ്ടിരിക്കുക. ഒന്നിനും ആർക്കും നേരമില്ലാത്ത കാലം. ഹായ്, എന്ത് രസം. അല്ല, ക്രിസ്മസ് ആയിട്ട് നിങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കാണോ? പുൽക്കൂടുണ്ടാക്കി തീർന്നോ? അതല്ല, തീർന്നല്ലോ. പുൽക്കൂടും ട്രീയും ഞങ്ങൾ ഓൺലൈനായി പർച്ചേസ് ചെയ്തു. അതെ അതെ. ഓൺലൈനോ? എന്റെ ജോസേട്ടാ, റെഡിമെയ്ഡ് പുൽക്കൂടും ട്രീയും ഇപ്പോൾ വാങ്ങാൻ കിട്ടും. ഞങ്ങൾ അത് വാങ്ങി വെച്ചു. ഓ, കേട്ടത് മതി മക്കളെ. ഞങ്ങൾ ഇപ്പോഴും ആ പഴയ കാലത്താ. അതോണ്ടാ ദേ കണ്ടില്ലേ ഇതുപോലെ പുല്ല് വെട്ടി പോകുന്നത്. എന്നാ ഞങ്ങള് പോയിക്കോട്ടെ. ശരി ശരി ശരി. വരൂ. ഹാപ്പി ക്രിസ്മസ് ജോസേട്ടാ. എന്നാലും ആ കാഴ്ചയൊന്ന് കാണേണ്ടതായിരുന്നു. പഴയ ആത്മസുഹൃത്തുക്കൾ ചേർന്ന് കാട്ടുപുല്ല് വെട്ടി പുൽക്കൂടുണ്ടാക്കാൻ പോകുന്ന കാഴ്ച. എന്താ ഗോഡ്വിനെ, നീ ഒന്ന് തെളിച്ചു പറ. ഒന്നും പിടി കിട്ടുന്നില്ലല്ലോ. എന്റെ വിനീതേ, ഡാനി അവന്റെ പപ്പയോട് ഓൺലൈനായി ട്രീ വാങ്ങാൻ പറഞ്ഞു. പപ്പ വാങ്ങില്ലാന്നും. എന്നാൽ ഡാനി ട്രീയോ പുൽക്കൂടോ ഉണ്ടാക്കില്ലാന്നും.
ഒടുവിൽ പഴയ കൂട്ടുകാരനെയും കൂട്ടി ഡാനിയുടെ പപ്പ കാട്ടുപുല്ലി വെട്ടി പോകുന്നത് ഇന്നലെ ഞങ്ങൾ കണ്ടു. അതൊന്നും അല്ല രസം. ഞങ്ങൾ ട്രീ വാങ്ങിന്ന് പറഞ്ഞപ്പോ അവരുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. നെറ്റ് കണക്ഷൻ നഷ്ടപ്പെട്ട പിള്ളേരെ പോലെ. മതിയടാ, എന്തൊക്കെ പറഞ്ഞാലും എന്റെ പാപ്പ സ്നേഹമുള്ളവനാ. ഞാൻ പുൽക്കൂടുണ്ടാക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ പപ്പ അത് ഏറ്റെടുത്തില്ലേ. ദേ ഇപ്പൊ വീട്ടില് പുൽക്കൂടുണ്ടാക്കിക്കൊണ്ടിരിക്കുവാ. നിന്റെ പപ്പ അപ്പൊ ലീവ് എടുത്തോ? ആ, ലീവിലാ. 2 ദിവസം ലീവ് എടുത്ത പണം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ട്രീ ഓൺലൈനായി വരുത്താമായിരുന്നു. എന്നാലും ഡാനി പൂർണ്ണമായി മാറി നിൽക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ക്രിസ്മസ് അല്ലേ, പപ്പയെ സഹായിക്കാൻ മടി കാണിക്കരുത്. എന്താന്ന് വെച്ചാൽ ഉണ്ണീശോയുടെ ജന്മമാണല്ലോ നമ്മൾ ആഘോഷിക്കുന്നത്. പുൽക്കൂട്ടിൽ വന്നു പിറന്ന ലോകരക്ഷകൻ. അതെ 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 അതെ, കുറച്ചൊക്കെ ഡാനി പപ്പയെ സഹായിക്കണം. അതോടൊപ്പം ഡാനിയുടെ പപ്പയുടെ ഈ മാറ്റത്തിന്റെ കാരണം എന്താന്ന് നമ്മൾ കണ്ടുപിടിക്കുകയും വേണം. അതെ, അത് തന്നെയാ ശരി. അതിനിപ്പോ എന്താ ഒരു മാർഗം? നമുക്കൊരു കാര്യം ചെയ്യാം. ഡാനിയുടെ പപ്പയുടെ മനസ്സറിയാൻ ഒരു മാർഗം തേടാം. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഡാനി ഇപ്പോൾ വീട്ടിൽ പോയി പിണക്കമൊക്കെ മാറി എന്ന മട്ടിൽ പുൽക്കൂടുണ്ടാക്കാൻ കൂടും. അതിനിടയിൽ ഞങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കി നിന്റെ വീട്ടിലെത്താം. എന്ന് വെച്ചാ ആദ്യം ഡാനിയുടെ പപ്പയുടെ പിശുക്ക് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്തണം. രോഗം ഏതാണെന്ന് അറിഞ്ഞാലേ ഡോക്ടർക്ക് മരുന്ന് കുറിക്കാൻ പറ്റൂ. ഡാനി പൊക്കോ, ഡാനിക്കൊരു പ്രശ്നം വരാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. പാവം ഡാനി. ഹോ, ഈ ഡാനിയുടെ ഒരു കാര്യം. എന്നാ ശരി. എന്നാ പാട്ടാ. നന്നായി പോയി. അങ്ങനെ തന്നെ മതി. മോനെ കാണുന്നില്ലല്ലോ. ഒരമ്മ വരുന്നത്. പണ്ടൊരു നാൾ ദൈവസുതൻ തിരുവോണദിനം ദേ ഡാനി, എത്തിയോ? പപ്പയുണ്ട്. ആ പ്രാഞ്ചി പുൽക്കൂടി തകർത്തിട്ടുണ്ടല്ലോ. ഞാനും ഡാനിയും കൂടി ഉണ്ടാക്കിയ പിന്നെ കലക്കില്ലേ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഉണ്ടാക്കിയ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാ. റെഡിമെയ്ഡ് ഒരെണ്ണം വാങ്ങി വെച്ചാൽ അതൊരു സുഖമുണ്ടാകില്ലെന്നേ. ഡാനി, അതല്ലേ ശരി? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനല്ല, പപ്പയാ ഇതൊക്കെ ഉണ്ടാക്കിയത്. ആ, ഞാനിപ്പോൾ വന്നത് മറ്റൊരു കാര്യം കൂടി പറയാനാണ്. ഇതെന്താ ഒരു കാര്യം പറഞ്ഞു തുടങ്ങാൻ ഒരു മുഖവര? ജോസേട്ടന്റെ കാര്യത്തിൽ ഇത് പതിവുള്ളതല്ലോ. വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം ചേർന്ന് ഈ പരിസരത്തുള്ള പാവങ്ങളായ കുടുംബങ്ങൾക്ക് ക്രിസ്തുമസ് പ്രമാണിച്ച് കേക്ക് വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആഹാ, അത് കൊള്ളാമല്ലോ. ജോസേട്ടൻ കലക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഭാഗമായി കുട്ടികൾ വന്ന് എന്നെ കണ്ടിരുന്നു. ചെറിയൊരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞു. അതൊരു നല്ല കാര്യമല്ലേ ജോസേട്ടാ? ആ, കാര്യമൊക്കെ നല്ലതാണ്. പക്ഷേ ചുരുങ്ങിയത് നല്ലൊരു തുക കയ്യിൽ നിന്ന് പോകുമെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ചെറിയൊരു സഹായം ഫ്രാൻസിസും തരേണ്ടി വരും. കളഞ്ഞു. ആഹാ, നല്ലൊരു കാര്യത്തിനല്ലേ, ഞാനും സഹായിക്കാം. പപ്പായ്ക്ക് പണി കിട്ടി. വേഗം നടക്ക്. ജോസേട്ടാ, ജോസേട്ടാ അങ്ങ് വാ. അതാ വരുന്നു. എന്തായി ജോസേട്ടാ, കാര്യം നടക്കോ? ജോസേട്ടാ, വല്ല ഐഡിയയും കിട്ടിയോ? പ്രാഞ്ചി വരട്ടെ, എത്ര തരുമെന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. എന്താ നിങ്ങളുടെ പ്ലാൻ? ഡാനിയുടെ പപ്പയുടെ പിശുക്കിന്റെ കാരണം അറിയണമെന്ന് പറഞ്ഞ്
ഇവരെന്റെ അടുത്ത് വന്നതാ. ഒന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടി ഞങ്ങളുണ്ടാക്കിയ കഥയാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാം ഗോഡ്വിൻ, ഇതിന് പറ്റിയ ആൾ ജോസേട്ടൻ തന്നെയാ. ദേ, പ്രാഞ്ചേട്ടൻ വരുന്നു. നിങ്ങൾ അങ്ങോട്ട് നീങ്ങി നിൽക്ക്. മാറിയുന്നു. ആ, നല്ലൊരു കാര്യത്തിനല്ലേ. ഇതാ 2000 രൂപയുണ്ട്. കൂടുതൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇതാ. അല്ല, ഇത്ര വേണമെന്നില്ല. പ്രാഞ്ചിയെ ഇക്കാര്യത്തിൽ പങ്കെടുപ്പിക്കണമെന്നേ ഞാൻ കരുതിയിരുന്നുള്ളൂ. അത് സാരമില്ല ജോസേട്ടാ. ഈ വർഷം കുറച്ച് വീടുകളിൽ ഓരോ കേക്ക് വീതം എത്തിക്കണമെന്ന് ഞാനും വിചാരിച്ചിരുന്നതാ. ജോസേട്ടൻ മുന്നിട്ടിറങ്ങിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പ്രാഞ്ചി രക്ഷപ്പെട്ടെന്നോ? എന്താ പ്രാഞ്ചി നീ പറയണേ? ഇപ്പോ ജോസേട്ടനുണ്ടല്ലോ കാര്യങ്ങൾ നടത്താൻ. അത് തന്നെയാണ് രക്ഷപ്പെടൽ. തെളിച്ച് പറ, എനിക്കിതൊന്നും പിടികിട്ടണില്ല. എന്താ രക്ഷപ്പെടല്? ക്രിസ്മസ് നല്ല രീതിയിൽ ആഘോഷിച്ചു കൊണ്ടിരുന്ന വീടാണിത്, 2 കൊല്ലം മുമ്പ് വരെ. എന്നിട്ടിപ്പോ ഇതെന്ത് പറ്റി? 2 കൊല്ലം മുമ്പ് ഓണത്തിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞു കാണും. കാലത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തായിരുന്നു ആ പ്രത്യേക വാർത്ത? മലബാറിന്റെ ഏതോ ഒരിടത്ത് നിന്നാ ഈ വാർത്ത വന്നത്. ഒരു പാവപ്പെട്ട കുടുംബം, അമ്മയും ഒരു മകനും മാത്രം. ഈ അമ്മ ചെറിയ ജോലിയെടുത്താണ് കുടുംബം പോറ്റിയിരുന്നത്. വലിയ ജോലി ചെയ്യാനുള്ള ആരോഗ്യമൊന്നും ആ സ്ത്രീക്കില്ല. എന്നിട്ട് അങ്ങനെയിരിക്കെയാണ് ഓണം വന്നത്. നാടും നഗരവും ഓണം ആഘോഷിക്കാൻ വെമ്പൽ കൊള്ളുന്ന സമയം. നാടെങ്ങും ഓണം ആഘോഷിക്കാൻ തിടുക്കം കൂട്ടുമ്പോൾ ഈ അമ്മയുടെ ഉള്ളിൽ തീയായിരുന്നു. കാരണം വീടിന്റെ അവസ്ഥ അത്രയ്ക്ക് മോശമായിരുന്നു. മകനെക്കുറിച്ച് ഓർക്കുമ്പോഴായിരുന്നു അമ്മയ്ക്ക് കൂടുതൽ വിഷമം. 10ാം ക്ലാസ് തീർന്ന പാടെ അവൻ പഠിപ്പ് നിർത്തി ടാപ്പിംഗ് പഠിക്കാൻ പോയി. പക്ഷേ ഒരു തുടക്കക്കാർക്ക് ആര് ജോലി കൊടുക്കാൻ? അവന് ഒരു ഓണക്കോടി വാങ്ങാൻ പോലും ആ അമ്മയുടെ കൈവശം പണമുണ്ടായിരുന്നില്ല. ആ മകനൊരു ചെറു പുസ്തകത്തിൽ താൻ പഠിച്ച ടാപ്പിങ്ങിന്റെ ബാലപാഠങ്ങളും വലുതാകുമ്പോൾ അവനുണ്ടാക്കാൻ പോകുന്ന ഒരു ചെറു വീടിന്റെ പ്ലാനും വരച്ച് ആ പുസ്തകം ഒരു നിധി പോലെ അവൻ കൂടെ കൂട്ടിയിരുന്നു. അവൻ മിടുക്കനായിരുന്നല്ലേ? അങ്ങനെ ഓണത്തിന്റെ തലേനാളെത്തി. 1 മണി അരി പോലും വീട്ടിലില്ലാതായപ്പോൾ ആ അമ്മ തൊട്ടടുത്ത വീട്ടിൽ നിന്നും ഒരു നേരത്തെ ഭക്ഷണം കടം വാങ്ങി. ഇതറിഞ്ഞപ്പോ ആ മകന്റെ ഉള്ളം തകർന്നുപോയി. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ഓണനാളിൽ വീട്ടിൽ വെക്കാൻ ഒന്നും തന്നെ ഇല്ല എന്നറിഞ്ഞപ്പോൾ അവനൊരു കടും കൈ ചെയ്തു. 2 ആഴ്ചയോളം ആശുപത്രിയിൽ കിടന്ന് അവൻ ഈ ലോകം വിട്ടുപോയി. എന്തൊരു കഷ്ടം! ഈ വാർത്ത എന്റെ മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തി. പിന്നീട് അങ്ങോട്ട് ഒരു ആഘോഷം എത്തുമ്പോൾ ഈ ഓർമ്മ എന്റെ മനസ്സിൽ ഇങ്ങനെ പൊന്തി വന്നുകൊണ്ടിരുന്നു. അതിനാലാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും ക്രിസ്മസ് ആഘോഷങ്ങൾ ഞാൻ വെട്ടിച്ചുരുക്കിയത്. കഴിഞ്ഞ വർഷം ക്രിസ്മസിന്റെ അധിക ചെലവ് മാത്രമേ ഞാൻ ചുരുക്കിയുള്ളൂ. പക്ഷേ ഈ വർഷം കുറച്ച് പണം പാവങ്ങളെ സഹായിക്കാമെന്ന് വെച്ച് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നല്ലൊരു കാര്യവുമായി ജോസേട്ടൻ വന്നത്. കേക്ക് വാങ്ങിക്കൊടുക്കുന്ന കൂട്ടത്തിൽ രോഗികളായി കിടക്കുന്നവർക്ക് കൂടി കൊടുക്കണം കേട്ടോ. പപ്പ, സോറി, ഞാൻ പപ്പയെ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. വെരി വെരി സോറി പപ്പ. എന്തായാലും ജോസേട്ടൻ വന്നത് നന്നായി. ഈ കാര്യം ഇവനോട് എങ്ങനെ പറയുമെന്ന് കരുതി ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. എനിക്കറിയാമായിരുന്നു നിനക്കിതിൽ വിഷമമുണ്ടെന്ന്. പെട്ടെന്നൊരു നാൾ നക്ഷത്രവും ട്രീയും ഒഴിവാക്കിയപ്പോൾ നിന്റെ കൂട്ടുകാർക്കിടയിൽ നിനക്ക് വലിയ കുറച്ചിലായെന്ന്. എന്നിരുന്നാലും
എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നീ അറിഞ്ഞാൽ എന്നോടൊപ്പം നീ നിൽക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇപ്പോൾ എനിക്ക് സന്തോഷമായി. ഓ താങ്ക് യു പപ്പ. ദേ ഇപ്പൊ നിങ്ങൾ ഒന്നായി. പക്ഷേ ഈ ജോസേട്ടന്റെ ഉള്ളിൽ വേവലാതിയും. അതെന്താ ജോസേട്ടൻ ഇത്ര വേവലാതി? എന്റെ പ്രാഞ്ചി, ഞാൻ ഈ പറഞ്ഞ കേക്ക് വാങ്ങിക്കൊടുക്കുന്ന പരിപാടി ഒരു കഥ മാത്രമാണ്. കഥയോ? എന്തൊക്കെയാ ജോസേട്ടൻ ഈ പറയുന്നത്? പ്രാഞ്ചി, കുറച്ചു നാളായി വലിയ പിശുക്കനായി പോയെന്ന് ഇവന്റെ കൂട്ടുകാര് എന്റെ അടുത്ത് പറഞ്ഞു. അതെന്താണെന്ന് ഞാൻ കണ്ടെത്തണം പോലും. അതിനായി ഇവന്റെ കൂട്ടുകാരും ഞാനും കൂടി കണ്ടെത്തിയതാണ് ഈ കഥ. പക്ഷെ ഇപ്പോൾ കഥയൊക്കെ മാറിപ്പോയി. നീ ഇപ്പോൾ ഈ 2000 രൂപ തന്ന് ഈ കഥയുടെ ക്ലൈമാക്സ് അങ്ങ് മാറ്റി. കഥയും കാര്യവുമായി ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ ഇതിലെന്തോ നിമിത്തമുണ്ട്. ഈ ക്രിസ്മസിനെ പാവങ്ങളെ സഹായിക്കാനായി ദൈവമൊരുക്കിയ അവസരമാണിത്. ആ ഇത് നമുക്ക് ഉപയോഗിക്കാം. തമാശക്കാണേലും ഞാൻ പറഞ്ഞില്ലേ, ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞാനാണെന്ന്. ഈ കമ്മിറ്റിയിൽ കുറച്ചുപേര് കൂടി ഉണ്ട്. ദേ നിൽക്കുന്നു. ആഹാ, ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? ആ സംവിധാനം മാത്രമാണ് ഞാൻ ചെയ്തത്. കഥയും തിരക്കഥയും ഒക്കെ ഇവരുടേതാ. ദേ പ്രാഞ്ചി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? നാം ചെയ്ത ചെറിയൊരു തെറ്റ് നമ്മളിപ്പോ തിരുത്താൻ പോകുന്നു. നമ്മൾ എല്ലാവരും ചേർന്ന് ഈ വർഷം ഈ നാട്ടിലെ പാവങ്ങൾക്കും രോഗികൾക്കും കേക്ക് വാങ്ങിക്കൊടുക്കാൻ ഇവിടെ വെച്ച് തീരുമാനിക്കുന്നു. ആദ്യ സംഭാവനയായി പ്രാഞ്ചി തന്ന 2000 രൂപ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. ഞാനും 2000 തരാം. തികയാതെ വരുന്നത് നിങ്ങൾ ഷെയർ ചെയ്തു തരണം കേട്ടോ. പുൽക്കൂട് അലങ്കരിക്കാനും ക്രിസ്മസ് ആഘോഷിക്കാനുമായി ഞാൻ കൂട്ടിവെച്ചിരിക്കുന്ന കുറച്ച് പണം പപ്പയ്ക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ജോസേട്ടന് തരാം. തീർച്ചയായും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇതാണ് നമുക്ക് വേണ്ടത്. നാം ചെയ്യുന്നൊരു കാര്യം തെറ്റായി പോയെങ്കിൽ അത് തിരുത്തി അതിനൊരു പ്രായശ്ചിത്തം ചെയ്യുന്നത് ഏറ്റവും അഭികാമ്യമാണ്. ഞങ്ങളോട് ക്ഷമിക്കണം. ഞാൻ കുറച്ച് പണം ജോസേട്ടന് തരാം. ഞാനും തരാം. വെരി ആ, ഗുഡ്. നാളെ രാവിലെ ഞാൻ ടൗണിൽ പോയി കേക്ക് വാങ്ങാം. അതിനുള്ളിൽ പാവപ്പെട്ട വീടുകളുടെ ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കണം. ഓക്കേ. എണ്ണം എന്നെ വിളിച്ചറിയിച്ചാ മതി. ശരി, ഞങ്ങൾ ഏറ്റു. അതൊക്കെ പോട്ടെ, ഇക്കാര്യം നമ്മുടെ വികാരിയച്ഛനെ അറിയിക്കണ്ടേ? തീർച്ചയായും വേണം. ആ കാര്യം ഞാൻ ഏറ്റു. ആ ജോസേട്ടാ, ഞാനും ടൗണിൽ വരാം. കുറച്ച് മാല ബൾബുകൾ വാങ്ങി ഇവിടെ ഇടണം. സത്യമായിട്ടു. എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. താങ്ക് യു പപ്പ. നിങ്ങൾ ചെയ്യുന്ന ഈ പുണ്യപ്രവൃത്തിക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ പരിസരത്തൊതുങ്ങുന്ന ഈ പ്രവൃത്തികൾ വരും വർഷങ്ങളിൽ ഈ ഇടവക മുഴുവൻ വ്യാപിക്കണം. അതിനായി സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് അച്ഛാ, നമുക്ക് കേക്ക് മുറിക്കാം. ഉം. ഈ ഫ്രാൻസിസിനെ ഒന്ന് പറ്റിക്കാൻ ഞാനും ഈ മക്കളും ചേർന്ന് നടത്തിയ ഈ നാടകത്തിന് ഇത്തരം ഒരു പരിസമാപ്തി ഉണ്ടായതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇനി സമയം കളയണ്ട. ഈ കേക്ക് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ വീണ്ടും കണ്ടുമുട്ടുന്നു. ഇനി നമുക്ക് ഈ കേക്കുകൾ എത്രയും പെട്ടെന്ന് എത്തിക്കാം. അങ്ങനെ ഈ വർഷം കരുണയുടെ പ്രതീകമായി ക്രിസ്തുമസ് മാറി. ക്രിസ്മസ് കരുണയുടെയും സ്നേഹത്തിന്റെയും ഓർമ്മക്കുറിപ്പ. ആ ഓർമ്മയുടെ സന്തോഷം പങ്കുവയ്ക്കുവാൻ നമുക്ക് വീണ്ടും പാടാം. മെറി 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 ക്രിസ്മസ്.